ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ബെനഡിക്റ്റ് പ്രയർ 61-ാം ദിനം ഈ രാത്രിയിൽ മക്കളെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ അനുഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വചനം. ഒരു ഗായകനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് എലീശ പറയുന്നു. അങ്ങനെ ഗായകൻ ഗീതം ആലപിച്ചപ്പോൾ കർത്താവിന്റെ ശക്തി എലീശയുടെ മേൽ നിറയുന്നതായും വചനത്തിൽ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്കും ദൈവിക സംഗീതം ആലപിക്കുവാനുള്ള കഴിവുണ്ട്. ചെറിയ ചെറിയ മൂളിപ്പാട്ടുകൾ അവർ പലപ്പോഴും പാടുന്നുണ്ട്. ഒത്തിരി അഭിഷേകത്തോടുകൂടി ദൈവസന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കുന്ന നല്ല ഗാനങ്ങൾ, അഭിഷേക ഗീതങ്ങൾ മക്കൾ പാടുവാനും പാടി ദൈവത്തെ സ്തുതിക്കുവാനും എപ്പോഴും അവരുടെ അധരങ്ങളിൽ നല്ല ചൈതന്യം പകരുന്ന, സന്തോഷം പകരുന്ന ഭക്തിഗാനങ്ങൾ, അഭിഷേക ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാനും അങ്ങനെ കൃപകൾ ആവസിക്കുന്ന മക്കളായി തീരുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 2 രാജാക്കന്മാർ 3:15. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി എലീശയുടെ മേൽ ആവസിച്ചു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും അങ്ങേ സ്തുതിക്കുന്ന അഭിഷേക ഗീതങ്ങൾ നിറയട്ടെ. എപ്പോഴും അവരുടെ അധരങ്ങളിൽ ദൈവസ്തുതികൾ ഉയരുകയും അങ്ങനെ അഭിഷേകത്തോടെ ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ഞങ്ങളുടെ മക്കൾ വളരുകയും എല്ലാ തരത്തിൽ അശുദ്ധിയിൽ നിന്നും രക്ഷ നേടുകയും ചെയ്യട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.